വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. നിയമ ബോധവൽക്കരണ ക്ലാസ്, പോക്സോ നിയമം, അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടാം തുടങ്ങിയുള്ള വിഷയങ്ങളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടി നടന്നത് ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും സമഭാവന ഗ്രന്ഥശാലയുടെയും നേതൃത്വത്തിൽ. കൊല്ലം തൊടിയൂർ ബന്ധുവിനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. തൊടിയൂർ സ്വദേശി ഷാനവാസാണ് പോലീസിന്റെ പിടിയിലായത്. തടിക്കച്ചവടത്തിൽ പങ്കുചേർക്കാത്തതിലുള്ള വിരോധത്തിലായിരുന്നു മാതൃ സഹോദരി പുത്രനെയും സുഹൃത്തിനെയും ഷാനവാസ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം കൊട്ടാരക്കരയിൽ ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന 29കാരൻ മരിച്ചത് പോരുവഴി സ്വദേശി ജിനു തോമസ്. ലോറിയുടെ പിൻഭാഗമുയർത്തുന്നതിനിടെ വൈദ്യുത ലൈനിൽ തട്ടി ഷോക്കേറ്റ് ചികിത്സയിലായിരുന്നു ജിനു. ശക്തമായ കാറ്റിൽ കോഴിക്കോട് മലയോര പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം. കൂടരഞ്ഞി, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ വീടുകൾക്കും കടകൾക്കും മുകളിൽ മരം വീണു. കുമ്പാറ, പുഷ്പഗിരി, മാങ്കയം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു.